അപ്പൊ മധുചേട്ടാ, എന്ത് ഈ ഒരു പേർപ്പിൾ ബാൻഡ് തുടങ്ങാനായിട്ട് ഇത്രയും വൈകി? നമ്മൾ ആരാധകർ ഒരുപാട് കാത്തിരുന്ന ഒരു കാര്യമാണ് മധുചേട്ടനിൽ നിന്ന് മധുചേട്ടന്റെ ഓൺ ഹൗസിന്റെ ഒരു മ്യൂസിക് ബാൻഡ് അല്ലേ? പേർപ്പിൾ ബാൻഡിന് ഒരു കൈയടി നമുക്ക് ഒരിക്കൽ കൂടി കൊടുക്കാമോ? താങ്ക് യു സോ മച്ച്. എന്തുകൊണ്ട് വൈകി എന്ന് ചോദിച്ചാൽ സത്യത്തിൽ എനിക്കിങ്ങനെ ഒരു പ്ലാനേ ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ ഒരു ഗായകൻ അല്ലെങ്കിൽ ഗായികയ്ക്ക് സിനിമയെ മാത്രം ആശ്രയിച്ച് ജീവിക്കാൻ പറ്റുന്ന ഒരു കാലമല്ല ഇന്ന്. പെർഫോമൻസ് ഒരു ഹോളിവുഡ് രീതിയിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ് സിനിമ, ഇവിടുത്തെ സിനിമയിൽ. കാരണം സിനിമയിലെ പാട്ടുകൾ കുറഞ്ഞു. പണ്ട് പാട്ടുകൾക്ക് വേണ്ടി സിനിമകൾ ഉണ്ടാവുമായിരുന്നു. ഇപ്പോൾ പാട്ടുകൾ വളരെ എണ്ണം കുറഞ്ഞു വന്നു. ഇപ്പോൾ പല്ലവി, അനുപല്ലവി, ഇപ്പോൾ അവസാനം പല്ലവി മാത്രമായി. കുറച്ച് നാൾ കഴിയുമ്പോൾ ഒരു പുക പോലെ ഒരു പാട്ട് പോകും. പിന്നെ ഇംഗ്ലീഷ് സിനിമയിലൊക്കെ ടൈറ്റിൽ എഴുതി കാണിക്കാറില്ലേ? സിനിമ കഴിഞ്ഞതിന് ശേഷം അടിയിൽ ഇങ്ങനെ മുകളിലേക്ക് പോകില്ലേ, ക്രെഡിറ്റ്സ് എഴുതി കാണിക്കില്ലേ? പിന്നെ അപ്പോൾ ഒരു 10-15 പാട്ടുകളുടെ ലിസ്റ്റ് കാണാം. പക്ഷെ ആ പാട്ടൊന്നും നമ്മൾ സിനിമയിൽ കേട്ടിട്ടുണ്ടാവില്ല. ചിലപ്പോൾ ഇനി അതുപോലെയാവും. അപ്പോൾ എന്തായാലും എല്ലാ ഗായകർക്കും ഗായികമാർക്കും അവസരങ്ങൾ ഉണ്ടാകട്ടെ. ഇതിപ്പോൾ നമ്മൾ നാടോടുമ്പോൾ നടുവേ ഓടുക എന്ന് പറഞ്ഞ പോലെ ഞാനും ഒരു ബാൻഡ് തുടങ്ങി. അതിന് നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനയും അനുഗ്രഹവും ഞാൻ പ്രതീക്ഷിച്ചുകൊള്ളുന്നു. ഈ ബാൻഡ് നിങ്ങളിലേക്ക് ഞാൻ സമർപ്പിക്കുകയാണ്. എല്ലാവരുടെയും താങ്ക് യു ചേട്ടാ. അങ്ങനെ ഒരു ബാൻഡ് നമുക്ക് വേണ്ടി കൊണ്ടുവന്നതിൽ ഞങ്ങളാണ് ആക്ച്വലി താങ്ക് യു പറയുന്നത് അല്ലേ? അപ്പൊ ഇവിടെയുള്ള ഓരോ മധു ബാലകൃഷ്ണൻ ഫാൻസിനെയും റെപ്രസെന്റേറ്റീവ് ആയിട്ട് ഞാൻ പറയട്ടെ താങ്ക് യു സോ മച്ച്. താങ്ക് യു മീനാക്ഷി. ഇനി അടുത്തതായിട്ട് നമുക്ക് ദിവ്യ ചേച്ചിയോട് ചോദിക്കാം. കാരണം ഈ ഒരു പേർപ്പിൾ ബാൻഡിന് പേർപ്പിൾ എന്ന പേരിട്ടത് ദിവ്യ ചേച്ചിയാണ്. ദിവ്യ ചേച്ചിയും അതുപോലെ തന്നെ ചേച്ചിയുടെ ബ്രദറായിട്ടുള്ള വിഷ്ണു ചേട്ടനും കുറച്ച് ദിവസങ്ങളായി ഇതിന്റെ പുറകെ ഇങ്ങനെ ഓടുകയാണ്. ഞാൻ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഇവരുടെ എന്താ പറയുക എഫേർട്ട്ലെസ്ലി ഇവർ വളരെ ബ്യൂട്ടിഫുൾ ഈ ഒരു മൊത്തത്തിലുള്ള ഒരു ക്യാവോസും സ്ട്രെസ്സും ഒക്കെ ഹാൻഡിൽ ചെയ്യുന്നത്. അപ്പൊ ചേച്ചിയോടാണ് അടുത്ത ചോദ്യം. എങ്ങനെയാണ് ഈ ഒരു പേർപ്പിൾ ബാൻഡ് എന്ന ഈ ഒരു പേര് വന്നത്? എങ്ങനെ ഉണ്ടായിരുന്നു മൊത്തത്തിലുള്ള ഒരു മാനേജിങ് പരിപാടിയൊക്കെ? നമസ്കാരം. ശരിക്കും നിങ്ങളുടെ എല്ലാവരുടെയും അനുഗ്രഹവും പ്രാർത്ഥനയും ഇതുകൊണ്ട് മാത്രമാണ് സുബാലകൃഷ്ണൻ എന്നുള്ളൊരു കലാകാരനാണ് ഉള്ളത്. അച്ഛനമ്മ, എൻ്റെ അച്ഛനമ്മ, എല്ലാവരോടും ഒത്തിരി നന്ദിയുണ്ട്. പിന്നെ ഫുൾ ഫാമിലി, ഫാമിലിയിലെ എല്ലാ മെമ്പേഴ്സിനോടും താങ്ക് യു പറയുന്നു. മധുചേട്ടൻ്റെ എല്ലാ ഫാൻസിനെയും നമ്മൾ ഫാമിലി ആയിട്ട് തന്നെയാണ് കാണുന്നത്. അപ്പോൾ എല്ലാ ഫാൻസിനോടും താങ്ക് യു സോ മച്ച്. മീനാക്ഷി ചോദിച്ചത് പേർപ്പിൾ മധുചേട്ടൻ്റെ ഒരു ഫേവറേറ്റ് കളറാണ് പേർപ്പിൾ. അപ്പം ഈ ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്യുമ്പോഴൊക്കെ പേർപ്പിൾ കളർ ഇങ്ങനെ നോക്കി. അപ്പോൾ ആൾക്കാർ വിചാരിക്കും എയർപോർട്ടിലെ ഏപ്രിലല്ലേ, അതിന് രാത്രി നമ്മൾ കാണാറില്ല ഒരു ബ്ലൂ ലൈറ്റ്, അതിനൊരു പർപ്പിളും ബ്ലൂവും കൂടി കാണും. ആ കളർ എനിക്ക് വളരെ ഇഷ്ടമാണ്. അതാണ് ഉദ്ദേശിച്ചത് കവി. അപ്പം ഇങ്ങനെ ബാൻഡിൻ്റെ പേരിനെ കുറിച്ച് ആലോചിച്ചുകൊണ്ടിരുന്നപ്പോൾ